സെമി ഫൈനൽ പ്രതീക്ഷകൾ തുലാസിലാടി നിൽക്കുമ്പോഴും ബാറ്റിംഗ് നിരയുടെ പ്രകടനം ആരാധകരെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ പാകിസ്ഥാൻ, നെതർലാൻഡ്സ്, ദക്ഷിണാഫ്രിക്ക എന്നിവർക്കെതിരെ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ തുടക്കം ഒരേ രീതിയിലായിരുന്നു. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ഇടംകയ്യന്മാരായ അഭിഷേക് ശർമ്മയെയും ഇഷാൻ കിഷാനെയും പൂട്ടാൻ എതിരാളികൾ പരീക്ഷിച്ചത് ഓഫ് സ്പിന്നർമാരെയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ പരീക്ഷണം 100% വിജയവുമായിരുന്നു. പലപ്പോഴും പാർട്ട് ടൈം ബൗളർമാർക്ക് പോലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വിക്കറ്റുകൾ സമ്മാനിക്കുന്നു. പാകിസ്ഥാന്റെ സൽമാൻ അലി ആഗയും ദക്ഷിണാഫ്രിക്കയുടെ എയ്ഡൻ മാർക്രമും പാർട്ട് ടൈം ബൗളർമാരായിട്ടും ഇന്ത്യയുടെ കരുത്തരായ ഓപ്പണർമാരെ നിഷ്പ്രഭരാക്കി. നെതർലാൻഡ്സിനായി ആദ്യ ഓവർ എറിഞ്ഞ ആര്യൻദത്തിനു മുന്നിലും ഇന്ത്യ ആയുധം വെച്ച് കീഴടങ്ങി. മോശം ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന ശൈലി 5 മത്സരങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ ബാറ്റർമാർ തിരുത്തുന്നില്ല. ലോകകപ്പിന് മുന്നോടിയായുള്ള ഉഭയകക്ഷി പരമ്പരകളിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ന്യൂസിലൻഡിനുമെതിരെ 230 മുകളിൽ സ്കോർ ചെയ്തിരുന്ന ഇന്ത്യ ലോകകപ്പിലെത്തിയപ്പോൾ നമീബിയക്കെതിരെ മാത്രമാണ് 200 കടന്നത്. ടൂർണമെന്റിലുടനീളം ഒരു കളക്റ്റീവ് എഫർട്ട് ടീമിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഫോർമാറ്റിലെ നട്ടലായി കരുതിയ അഭിഷേക് ശർമ്മയുടെ പരാജയമാണ് ഇന്ത്യയെ ഏറ്റവും അധികം വേട്ടയാടുന്നത്. 4 മത്സരങ്ങളിൽ നിന്ന് 3 ഡക്കുകൾ ഉൾപ്പെടെ വെറും 15 റൺസ് മാത്രമാണ് താരം നേടിയത്. IPL-ൽ 200 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന താരം ലോകകപ്പിൽ വെറും 75ലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. തിലക് വർമ്മയുടെ മെല്ലെപ്പോക്കും റിങ്കു സിംഗിന്റെ ഫോമില്ലായ്മയും ഇന്ത്യയെ കുഴക്കുന്നുണ്ട്. ഫിനിഷർ റോളിലെത്തിയ റിങ്കുവിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 84 മാത്രമാണ്. സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ഒഴികെ ടീമിലെ മിക്ക ബാറ്റർമാരും ഇതിനോടകം തന്നെ ഒരു തവണയെങ്കിലും റൺസ് എടുക്കാതെ പുറത്തായി കഴിഞ്ഞു. തങ്ങൾ സൃഷ്ടിച്ച അമിത ആക്രമണ ശൈലി എന്ന ബെഞ്ച് മാർക്ക് പിന്തുടരുമെന്ന് നായകൻ സൂര്യകുമാർ യാദവ് ആവർത്തിക്കുമ്പോഴും അത് ടീമിനെ പതനത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇറങ്ങുന്ന ഈ സംഘം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സെൻസിബിൾ ക്രിക്കറ്റ് എന്നത് വെറും ഒരു വിശേഷണമല്ലെന്നും സാഹചര്യത്തിനനുസരിച്ച് കളി മാറ്റേണ്ടത് അനിവാര്യമാണെന്നും ടീം ഇന്ത്യ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകകപ്പ് സ്വപ്നങ്ങൾ അസ്തമിക്കും.